കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ്. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. സാധാരണ നമുക്ക് വ്യാഴാഴ്ച തിരക്കുണ്ടാവും, എന്നാലും ഇത്രയൊന്നും തിരക്കുണ്ടാവാറില്ല. നല്ല തിരക്കായിരുന്നു. നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ആ കളഭാലങ്കാരം കഴിഞ്ഞിട്ടുള്ളത് എന്താണ്, അമ്പാടിയിലെ ഏത് രൂപമാണ്, അമ്പാടിയിലെ ആണോ അതോ ഇനി മറ്റേതെങ്കിലും രൂപമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം വെച്ച് വരാം. അങ്ങനെ വരുമ്പോൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്നിട്ട് ഗണേശനെയും കണ്ട് പ്രാർത്ഥിച്ച് നമുക്കങ്ങനെ വരാം. അങ്ങനെ വാതിൽപ്പടി കയറി, അങ്ങനെ ഗോപുരവാതിൽ കടന്ന് വാതിൽപ്പടി കയറാൻ നോക്കാം. അപ്പോൾ മുന്നിലുള്ള കൊടിമരം കാണാം, അതേപോലെ വലിയ ബലിക്കല്ല് കാണാം, കേശവൻ്റെ 2 കൊമ്പുകൾ സ്വർണം പതിച്ച് കാണാം. നടുക്കുള്ള മഹാലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് വാതിൽപ്പടി കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിനെ ഒന്ന് നോക്കാം. അതേപോലെ വലതേ സൈഡിലുള്ള നരസിംഹാവതാരം കാണിച്ചു കൊടുത്താൽ തൂണൊന്ന് നോക്കി തൊഴാം. എന്നിട്ട് നമുക്കിങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കാം. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ എന്തൊരു മനോഹാരിതയാണെന്നറിയോ, വളരെ രസമാണ്. നിറയെ പൂക്കളും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാൻ നല്ല രസമാണ്. സ്വർണത്തിൻ്റെ ഭഗവാന്റെ ദേഹത്തുള്ള സ്വർണ്ണാഭരണങ്ങളിലൊക്കെ ആ നെയ്വിളക്കിലിങ്ങനെ പ്രതിഫലിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കാൽവളകൾ കാണാണ്ട്, 2 കുഞ്ഞി കാലുകൾ കാണാണ്ട്, കാൽവളകൾ കാണാണ്ട്, മുകളിലേക്ക് ഇങ്ങനെ പട്ടുകോണൊക്കെ കൊടുത്ത് അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ ചാർത്തി ഇങ്ങനെ മുകളിലേക്ക് നോക്കി വരുമ്പോൾ ഒരു വളയം പോലത്തെ മാല, ഒരു മുല്ലപ്പൂവിൻ്റെ മാല, ഒരു മാങ്ങാമാല, അങ്ങനെ 2-3 മാലകൾ സ്വർണത്തിൻ്റെ തന്നെ. പിന്നെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, കൈവളകളിലും അതേപോലെ കയ്യിൽ തന്നെ വലത്തെ കയ്യിൽ വെണ്ണയും ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലും, ഈ ഏകദേശം ഇന്നലത്തെ അതേ രൂപം തന്നെ, മാറ്റമൊന്നും വന്നിട്ടില്ല. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ഗോപീതിലകം വെച്ചിട്ടുണ്ട്, അതേപോലെ തിരുമുടിമാല കെട്ടിയിട്ടുണ്ട്, പൊന്നിൻ്റെ കിരീടം അണിഞ്ഞിട്ടുണ്ട്. 2 തിരുമുടിമാലകളാണ്, വെളുത്ത പൂവും തുളസിയും ആയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഉണ്ടമാലകളും 2 ഉണ്ട്. അത് നല്ല നല്ല തിക്കായിട്ട് വെളുത്ത പൂവ് തുളസി, വെളുത്ത പൂവ് തുളസി, അങ്ങനെ തെച്ചി ആ ഒരു ഇതിലാണ്. തെച്ചി കുറച്ചേ ഉള്ളൂ, വെളുത്ത പൂവും തുളസിയാണ് കൂടുതലായിട്ട്. പിന്നെ വിധാനമായിട്ട് മുകളിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്, തുളസി തന്നെയാണ് ധാരാളം ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്നങ്ങനെ മനസ്സിൽ വിചാരിച്ച് എല്ലാവരും എൻ്റെ കൂടെ വന്ന് പ്രാർത്ഥിച്ചോളും. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടട്ടെ. അങ്ങനെ അവിടെ നമ്മൾ പ്രാർത്ഥിച്ച് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം. പിന്നെ നേരെ തിടപ്പള്ളി നോക്കി തൊഴാം. അതേപോലെ തന്നെ ഒന്ന് തിരിഞ്ഞ് നോക്കിയാലേ ആ ചുവരിൻ്റെ മുകളിലുള്ള ആലിലെ കണ്ണനെ കാണാം. പിന്നെ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശൻ്റെ അടുത്ത് വലിയ തിരക്കെന്ന് പറയാനില്ല, എന്നാൽ കുറച്ചൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ വളരെ മനോഹരമായിട്ട് തന്നെയാണ്, മുഴുവൻ ആയിട്ട് അലങ്കാരം വന്നിട്ടില്ല. അതായത് മുഖമൊന്നും അത്രയ്ക്ക് അലങ്കരിച്ചിട്ടില്ലെങ്കിൽ കൂടി ഇന്നത്തെ എന്താ വെച്ചാൽ നെറ്റിപ്പട്ടൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ നെറ്റിപ്പട്ടത്തിൻ്റെ ചുവട്ടിൽ ചുവന്ന പട്ടാണ്, ചുവന്ന പട്ട് വെച്ച് അതിൻ്റെ മുകളിൽ നെറ്റിപ്പട്ടൊക്കെ വെച്ച് ശരിക്കും ആനയായിട്ട് തന്നെയാണ്, ആനക്കുട്ടി തന്നെയാണ്. അപ്പോൾ ഗണേശനെ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. പിന്നെ ധാരാളം താമരമാലകളുണ്ട്, താമരമാലകളാണ് ധാരാളം ഉള്ളത്. അർച്ചനയ്ക്കുള്ളതാണ്, അതേപോലെ കെട്ടിയതും അത് തന്നെയാണ്. പിന്നെ നല്ല ആഭരണങ്ങൾ ധാരാളം ചാർത്തിയിട്ടുണ്ട്. എല്ലാവരും ഗണേശനെ പ്രാർത്ഥിച്ചോളൂ, എൻ്റെ കൂടെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, നന്നായിട്ട് നല്ല അലങ്കാരത്തിലാണ് ഇരിക്കുന്നത്. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവിയുടെ പുതിയ ഫോട്ടോൻ്റെ അവിടേക്ക് നോക്കിയാൽ 2 മാലകളുണ്ട്, 2-3 മാലകളുണ്ട്. അതും എങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂവും തുളസിയുമായിട്ട് തന്നെയാണ്. അപ്പോൾ സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ തൊഴുത് വരുമ്പോൾ കോർണറിലെത്തിയാൽ ആ ഗണേശനെ കാണാം, ചെറിയ ഗണേശൻ. എന്നാൽ അവിടെ 2 മാലകൾ വെളുത്ത പൂവിൻ്റെ മാല കൊടുത്തിട്ടുണ്ട്. വേറെ ആർക്കും മാലകളൊന്നും കാണാനില്ല. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് മേൽശാന്തിര അവിടെ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് വാമനരൂപയും ഗജേന്ദ്ര മോക്ഷത്തിൻ്റെ രൂപവും ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത്
നേരെ നമ്മൾ അനന്തശായിയായ അനന്തപത്മനാഭനെ കാണും. അവിടെ നിറയെ മുല്ല മാല കേട്ടോ, നിറച്ച് ബ്രഹ്മാവിൻ്റെ അവിടെയും ഒക്കെ ലക്ഷ്മി ദേവിയുടെ അവിടെയൊക്കെ നിറച്ചും ഇങ്ങനെ മുല്ല കൊണ്ടുള്ള മാലകളാണ്, മുല്ലമാല കൊണ്ടാണ് ചാർത്തിയത്. പിന്നെ കുറച്ച് നല്ല കട്ടിയിൽ തന്നെ തുളസി മാലയുണ്ട്, പിന്നെ താമരപ്പൂവും വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ നോക്കി തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ നേരെ നമ്മൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനെയൊക്കെ കണ്ട് കൃഷ്ണൻ്റെ അടുത്ത് വരിക. കൃഷ്ണൻ്റെ അടുത്ത് വരുമ്പോൾ 2 തുളസിമാല ഉണ്ട്. പിന്നെ മുരുകൻ്റെ അടുത്ത് വരിക. മുരുകൻ്റെ അടുത്തും ഒരു വെളുത്ത മാല ചാർത്തിയിട്ടുണ്ട്, ഭസ്മമുണ്ട്. അതേപോലെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഇന്ന് മാലകളൊന്നുമില്ല, വെറും കുറച്ച് കുങ്കുമം മാത്രമേ ഉള്ളൂ. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക കേട്ടോ, എല്ലാവരും പ്രാർത്ഥിച്ചോളൂ, കൂടെ പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം താമരക്കണ്ണനെ കണ്ട് തൊഴാം. കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് നമ്മൾ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം നോക്കി തൊഴാം. പിന്നെ നൃത്താറയും അണിക്കിണറൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ വരുന്നത് കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയും അതേപോലെ മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. അവിടേക്ക് ഒന്ന് കുറച്ച് തിരക്കുണ്ട്, ടോക്കൻ്റെ തിരക്കൊക്കെ ഉണ്ട്. അതിലൂടെ അങ്ങനെ വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. പിന്നീട് നമ്മൾ എടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് ഇങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ അവിടെ കുറച്ച് തിരക്കുണ്ട്. നമുക്കതിലേ ഇങ്ങനെ വരുമ്പോൾ ഇന്നിപ്പോൾ നല്ല രസമായിട്ടാണുള്ള രൂപം. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഗോളകയാണ്, പക്ഷേ നല്ല, അതായത് മുകളിൽ ഇങ്ങനെ ആലവട്ടമൊക്കെ വെച്ചിട്ടാണ്, ഗുരുവായൂരപ്പൻ്റെ മാതിരി തന്നെ ആലവട്ടമൊക്കെ വെച്ച് വളരെ മനോഹരമായിട്ടുള്ള കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. ആടയാഭരണങ്ങളൊക്കെ ഉണ്ട്, സർവാഭരണ വിഭൂഷിതയായിട്ടാണ്. എങ്ങനെ വെച്ചാൽ 2 പാലക്കാമാലകളുണ്ട്, പിന്നെ ചുവന്ന കല്ല് വെച്ചത് മാല ഉണ്ട്. പിന്നെ പട്ടാണെങ്കിലോ ചുവന്ന പട്ടിങ്ങനെ ദേവി നല്ല ഇങ്ങനെ വിടർത്തി ഞെറിഞ്ഞുടുത്തിട്ടുള്ള ആ പട്ടാണ്. അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് കാണാണ്ട്, ഇങ്ങനെ നന്നായിട്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ്. ആ ആലവട്ടത്തിൻ്റെ കാര്യമാണ് വളരെ മനോഹരമായിട്ട്, ഗുരുവായൂരപ്പൻ്റെ അവിടുത്തെ അതേമാതിരി തന്നെ നമുക്ക് കണ്ടങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. പിന്നെ ധാരാളം താമരമാലകളുണ്ട്, അതാണ് കാര്യമായിട്ടുള്ളത്. വെളുത്ത പൂവും തെച്ചിയും തുളസിയായിട്ടുള്ള മാലയുണ്ട്. അപ്പം ഇന്ന് ഏകദേശം ഗുരുവായൂരപ്പൻ്റെ അവിടെ നോക്കണ പോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് തോന്നും, അമ്മയും കണ്ട അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും തൊഴുതോളൂ കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ പോരുമ്പോൾ ആ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യാം. അതിനുശേഷം നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വരിക. കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ വെണ്ണക്കണ്ണനെ ഒന്നുകൂടി കണ്ട് തൊഴാം. പിന്നെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വരുമ്പോൾ ഇന്നിപ്പോൾ വലിയ വിളക്കിലല്ല വെളിച്ചം, ചെറിയ വിളക്കിൽ തന്നെയാണ്. അപ്പോൾ അത് കണ്ട് തൊഴാം, അവിടെ നമസ്കരിക്കാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അവിടെ വരുമ്പോഴും നല്ല രസമാണ് കാണാൻ. കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, അതേപോലെ മുഖമൊക്കെ നന്നായിട്ട് കളഭം ചാർത്തിയിട്ടുണ്ട്. പിന്നെ മാലകൾ നല്ല ചാർത്തിയിട്ടുണ്ട്, സ്വർണ്ണമാല വലുതുണ്ട്. അതേപോലെ തന്നെ വെളുത്ത പാവുണ്ട് ഇങ്ങനെ എടുത്ത് അതിൻ്റെ മുകളിൽ ചുവന്ന പട്ടുകൊണ്ട് അങ്ങനെ ഉടുപ്പിച്ചിട്ടുണ്ട്. ഉടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ കെട്ടിയ മാതിരി. അങ്ങനെ നല്ല രസമായിട്ടാണ് കാഴ്ച, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെയും തൊഴുത് പ്രദക്ഷിണമായിട്ട് വന്ന് നേരെ പടിഞ്ഞാറേ നടയിലുള്ള ദീപസ്തംഭത്തിലെ വേണുഗോപാലിനെ കണ്ട് തൊഴാം. അതേപോലെ തന്നെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പടിഞ്ഞാറേ നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് വരിക. അങ്ങനെ വരുമ്പോൾ അവിടെ കാണാനുള്ളത് കാളിയമർദ്ദന രൂപിയാണ്, കണ്ട് തൊഴാം. പിന്നെ പൂന്താനം തിരുമേനിയുടെ വിഗ്രഹമുള്ള നാരായണാലയത്തിൽ പോയിട്ട് അതൊന്ന് കണ്ട് തൊഴുത് നമ്മൾ അവിടെ നിന്ന് വരിക.
അങ്ങനെ ഭഗവതി നടയുടെ അവിടെ ഒന്നുകൂടി ഒന്ന് തൊഴുത് അതേപോലെ കിഴക്കേ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുക. അതിനുശേഷം തെക്കേ നടയിലുള്ള കൂവളത്തിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നേരെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതി ദേവിനെയൊക്കെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം കിട്ടും. എന്നിട്ട് അത് കഴിഞ്ഞാൽ നേരെ അവിടുന്ന് നേരെ നോക്കിയാൽ ആ കൊടിമരം പൂർണ്ണമായിട്ടും കാണാം. അപ്പോൾ ഒരു ഭാഗം അപ്പോൾ നമുക്കൊന്നുകൂടി ആ കൊടിമരം നോക്കി തൊഴാം. പിന്നെ അവിടുന്ന് അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. പിന്നെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് പറഞ്ഞിരിക്കുന്ന ലതികാജിയുടെ ചേച്ചിയുടെ മോളുടെ ദാമ്പത്യ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് അർജുൻലാൽ ചിത്തിര, അദ്ദേഹത്തിന് നല്ലൊരു കല്യാണം നടക്കാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു സ്വഭാവമുള്ള വധുവിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ സുബ്രഹ്മണ്യൻ, അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ട്. അതുപോലെ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.